ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. മെർലിൻ എന്നെ വിളിച്ചായിരുന്നു. അവിടെ നടന്ന കാര്യമൊക്കെ പറഞ്ഞു. നീ എന്തിനാ അവളുടെ അടുത്ത് സംസാരിക്കാതെ ഇങ്ങോട്ട് വന്നേ? പിന്നെ നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നേ? അവക്ക് എന്താ എന്നോട് സംസാരിച്ചൂടെ? എന്താ അവളുടെ വായിലെ മുത്തുപൊഴിയോ? അപ്പൊ അതിനുള്ളിൽ അവള് വിളിച്ചറിയിച്ച് നടന്നതൊക്കെ അവളങ്ങ് വിളിച്ചറിയിച്ച്. അമ്മായി എല്ലാവരും കേട്ടോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല അവള്. അവളുണ്ടല്ലോ, അവള് കള്ളിയാണ്, പെരും കള്ളി, കാട്ടുകളി, ഒന്നാന്തരം. അതെ, ഒരു കള്ളിക്ക് മാത്രമേ വേറൊരു കള്ളി തിരിച്ചറിയാൻ പറ്റുള്ളൂ. കറക്റ്റ്, അത് കറക്റ്റ്. മോളെ മെർലിനെ ഇങ്ങോട്ട് കണ്ടിട്ട് കൊറേ നാളായല്ലോടാ. മെർലിനെ ഞാൻ പറഞ്ഞു വന്നത് കണ്ടിട്ട് കൊറേ നാളായല്ലോന്ന്. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അമ്മായി. மெர்லின், நீ ரொம்ப ஒல்லி ஆயிட்ட. ഒല്ലിയാ? ஒல்லினா மெலிஞ்சிருக்க. என்ன டயட் செய்யறியா? ഏയ് ഡയറ്റ് ഒന്നും നമുക്ക് പറ്റിയ പണിയില്ല ആന്റി. മോളിരിക്കെ, ഞാൻ ചായ എടുക്കാം. എന്താണ്? എന്താ? ഞാൻ എന്റെ ബാഗ് എടുക്കാൻ വന്നതാണ്, ഇയാളൊന്നും ചെയ്യാൻ വന്നില്ല. കേശു വന്നേ. വരാൻ. എങ്ങോട്ടെന്ന് വെച്ചാ താൻ പൊക്കോ. അല്ല, താൻ എങ്ങോട്ടെന്ന് വെച്ചാ പൊക്കോ, ഞാൻ വരാന്ന് പറയുമായിരുന്നു. അമ്മമ്മ താ പറഞ്ഞേ. അല്ല, ഞാനാന്നോ അവന്റെ അമ്മൂമ്മ, അതോ ആ പോയവളാന്നോ അവന്റെ അമ്മൂമ്മ? എനിക്ക് ഒരു പിടിയും കിട്ടണല്ലോ എൻ്റെ അമ്മ. നീ നിന്റെ അനീതി പറഞ്ഞ എല്ലാം അങ്ങോട്ട് വിശ്വസിച്ചാ? എന്റെ പൊന്നിനെ മെർലിനെ, ഈ മിഠായി കേസ് പ്രശ്നമൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടണം? അങ്ങ് വിട്ടേക്ക്. അവക്ക് ഈ ലോകത്തുള്ള എല്ലാവരും കാണുമ്പോഴും ചിരിച്ചു കളിച്ച് സംസാരിക്കാൻ അറിയാം. എന്നെ കാണുമ്പോൾ മാത്രമല്ലേ കുഴപ്പമുള്ളൂ. കേശു, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. അവള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാവി. എന്റെ പൊന്നു മെർലിനെ, നീ ഫസ്റ്റ് ഞാൻ പറയണക്കാ. വരുന്നു എല്ലാവരും കൂടി. പറട്ടെ, ഒരു കാര്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റൂല. മെർലിനെ ഒന്നും പറയല്ലോ കേട്ടോ. നിങ്ങളിപ്പോ ഇതിന് എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നേ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സ്വകാര്യമായിട്ടൊന്നും സംസാരിക്കാൻ സമ്മതിക്കില്ലേ? സ്വകാര്യം പറയാനായിട്ടേ ഇത് പാർക്കൊന്നും അല്ല, ഞങ്ങളുടെ വീടാണ്. വേണ്ടേ? ഇപ്പൊ വാടക വീടും അല്ല, ഞങ്ങളുടെ സ്വന്തം വീടാണ്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും പിന്നെയും തുടങ്ങിയാ? ഒരു പ്രശ്നം ഇല്ലാതിരുന്നല്ലേ? പ്രശ്നം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ അമ്മായി. ഇവിടെ കുറെ എണ്ണം ഉണ്ടല്ലോ, അച്ഛന്റെ അമ്മയുടെയും കാശിന്റെ നെകളിപ്പ് കാണിക്കുന്നു, അല്ലാണ്ട് എന്ത്? ആര് നെകളിച്ചെന്ന്? ശിവ, നിന്നെ ഞാൻ നേരത്തെ അവിടെ വെച്ച് നോക്കിയില്ലേ? എടാ, നീ ഒന്ന് ചിരിച്ചോ? രണ്ടാമത് ഞാൻ കീട്ടിട്ട് വീണ്ടും നോക്കി, അപ്പോഴും നീ നോക്കിയില്ല. അന്ന് ഇയാൾക്ക് നോക്കി ചിരിച്ചൂടെ? ഇയാൾക്ക് എന്നെ ചിരിക്കാൻ പറ്റൂലേ? നിനക്കും ചിരിക്കായിരുന്നല്ലോ. എനിക്ക് ചിരിക്കാൻ സൗകര്യമില്ല, ഇളന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? കണ്ടാ അഹങ്കാരം? കണ്ട അവിടെ? അത് കൊറേ കാലം കൊണ്ട് കാണുന്നേ. പാറു, ഒന്ന് ചുമ്മാതിരിക്കോ. പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? ഇവിടെ വന്ന് എന്തിനു വഴക്കുണ്ടാക്കുന്നേ? മക്കളെ, സ്നേഹമുള്ളിടത്തേ വഴക്കുണ്ടാവുള്ളൂ. അപ്പൊ വഴക്കുള്ളിടത്ത് സ്നേഹം ഉണ്ടാവോ? എന്റെ പൊന്നു കുഞ്ഞെ, മിണ്ടാതിരിക്കും. നിനക്ക് ഇവളോട് വല്ലോ സംസാരിക്കാനുണ്ടെങ്കിൽ ഇവളെ ഈ വീട്ടിൽ നിന്ന് വിളിച്ച് പുറത്ത് കൊണ്ടുപോയിട്ട് എന്താ സംസാരിച്ചോ? എങ്ങോട്ട് പോവാൻ? ഈ വീടേ ഇവനും കൂടി അവകാശപ്പെട്ടതാ, അല്ലടാ? അല്ലേന്ന് ആണ്. കണ്ടല്ലോ, ഞാൻ ഇവിടെ വരുന്നതിൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോന്ന്? ഈ വീട്ടിൽ ആര് വരുന്നോണ്ട് എനിക്കൊരു പ്രശ്നമില്ലേ. അമ്മായിക്കോ? എനിക്കാ കേശുവിന്റെ ഫ്രണ്ട്സ് ഇവിടെ വരുന്നതില് എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇല്ല. നിനക്കോ? എനിക്ക് ആരെങ്കിലും ഇവിടെ വരുന്ന ഇഷ്ടം. അമ്മൂമ്മക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് മാത്രമല്ല, സന്തോഷമേ ഉള്ളൂ. ശിവ 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 മെർലിനെ, നീ വാ തുറക്കരുത് കേശുവേ. ശരി, ആയിക്കോട്ടെ. ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ലല്ലോ. എനിക്കൊരു പ്രശ്നവും ഇല്ല. ഇവിടെ ആര് വരുവോ പോവോ നിക്കോ എന്താച്ചാ കാണിച്ചോട്ടെ.
പക്ഷേ ഇവിടെ ആര് വന്നാലും എന്നെ കാണാനും വരണ്ട, എന്നോട് സല്ലപിക്കാനും വരണ്ട. അതിന് ആര് വരുന്ന നിന്നോട് തല്ലപിക്കാൻ? കേശുവേ, കേശു എന്ത്? രണ്ടെണ്ണത്തിനടുത്തും കൂടെ ഞാൻ ഒരു കാര്യം പറയാം. എന്റെ ടെമ്പർ തെറ്റി നിൽക്കുകയാണ്. ഇനി കൂടുതൽ ഇവിടെ കിടന്ന് അലമ്പിയ എന്റെ തനിക്കോണം നിങ്ങൾ രണ്ടുപേരും അറിയും. അല്ലെങ്കിലും പാറു പറഞ്ഞ കറക്റ്റാണ്, രണ്ടിന് എന്തോ ആണെന്നുള്ള അഹങ്കാരമാണ്. പാറോ? ഓ നീ അങ്ങനൊക്കെ പറഞ്ഞല്ലേ? ഇത്രയും കറക്റ്റായിട്ടൊന്നും പറഞ്ഞില്ല, ഏകദേശം ഇതുപോലത്തൊക്കെ തന്നെ. സോറി, അറിയാതെ പറ്റിയതാ. അമ്മായിയേ. അവനെ കേശുവേ, നീ നോയിക്കോടാ, നീ കരയും, വാ വിട്ട് നീ കരയും. നിനക്കൊക്കെ എന്തടി? നീയൊക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയിട്ട് അവസാനം ഞാൻ വാവിട്ട് കരയുന്നു. എന്നെ പ്രാവണ ഏത് നേരത്താണോ ദൈവമേ? എന്ത് എന്തെന്ന് റിലേഷൻഷിപ്പിലായിരുന്നല്ലേ നീ പറയാൻ വന്നേ? അല്ല, എനിക്ക് ജനിക്കാൻ തോന്നിയതെന്ന് പറയാൻ വരുമായിരുന്നു. കേശു, എനിക്കിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇവിടെ തീരെ പ്രൈവസി ഇല്ല. നമുക്കേ അകത്തു പോവാം. വാ വാ ഇങ്ങട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.